ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൈങ്കിളിയുടെ ട്രെയിലറിനെ കുറിച്ചാണ്. അമ്പാൻ നായകനാവുന്ന പുതിയ ചിത്രമാണ് പൈങ്കിളി. അപ്പൊ ഇതിന്റെ സംവിധാനം ആരാന്നറിയുമോ? പൈങ്കിളിയുടെ സംവിധാനം ശ്രീജിത്ത് ബാബു ആണ്. ഇതിന്റെ എഴുത്തും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ. അപ്പൊ നമുക്ക് ഈ ട്രെയിലർ ഒന്ന് കാണാം, കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് അവനെ അങ്ങനെ കാണാൻ പറ്റൂല. എന്റെ മനസ്സിൽ അവന്റെ ഒരു മുഖമുണ്ട്. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മുന്നിൽ വട്ടണ്ട? ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇനി ഒളിച്ചോടാൻ പറഞ്ഞാലേ ബാഗും തൂക്കി വഴിക്കൂടി ഓടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. പ്രേമിച്ച് ഒളിച്ചോടാനാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച കല്യാണത്തിന് നിന്ന് കൊടുത്താ പോരെ. അമ്പാന്റെ ലുക്ക് കണ്ട അടിപൊളിയല്ലേ? പൂവൊക്കെ കടിച്ചു പിടിച്ച് വന്ന വരവേണ്ട. അമ്പാൻ എന്തായാലും കിടുക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ. അടിപൊളിയാക്കും. കാരണം ഇദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നു, നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ തകർപ്പനാവട്ടെ എന്ന് നമ്മൾ അങ്ങനെ ആശംസിക്കുകയാണ്. ഇതിൽ വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. എനിക്ക് സൂചിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള. അല്ലെങ്കിൽ നിന്റെ ഫാമിലി വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവില്ല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. സ്റ്റെപ്പ് 1 ചിരി. സൂചിച്ചേട്ടനോടൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ട്. 2 ശബ്ദത്തിൽ. സ്റ്റെപ്പ് 2 നമ്പർ വെക്കണം. എന്താ ഇട്ടേക്കുന്നത്? സ്റ്റെപ്പ് 3 പ്രേമം. സ്റ്റെപ്പ് 4 ഒളിച്ചോടം. ചേട്ടന് പ്രാന്താ സമ്മതിച്ചാത്തിരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. സുഗുന് പ്രാന്തില്ല. 5 ദിവസം പോലീസുകാരൊന്നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. കല്യാണം കഴിക്കട്ടെ സൂചിച്ചേട്ടാ. മരണം എല്ലാവർക്കും ഒരു തവണയാണെങ്കിൽ എനിക്ക് ദിവസം നിന്റെ ഓരോ നോട്ടവും എന്നെ കൊല്ലും. നിന്റെ ശ്വാസത്തിൽ ഞാൻ പുനർജനിക്കും. ചേട്ടൻ ചാറ്റും മഴയും ചക്കവത്തത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അല്ല, മഷിത്തണ്ട് മാങ്ങക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ്. മനസ്സിലായ മോണാക്ട്. അപ്പൊ അടിപൊളിയാണ് കേട്ടാ. സംഭവം സൂപ്പറാണ്, കിടിലനാണ്. ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സംഗീതം ജസ്റ്റിൻ വർഗീസ് സൂപ്പർ സംഭവമാണല്ലോ. ഓരോരോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അടിപൊളിയായി മാറട്ടെ. കാരണം ഒരു കാര്യം എടുത്തു പറയണം, ഇതിന്റെ നിർമ്മാണം ആരാന്നറിയാമോ? നമ്മുടെ ഫഹദ് ഫാസിലും ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനും ചേർന്നിട്ടാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. അടിപൊളിയായി തീരുന്നുള്ളതിന്റെ ഒരു ഉറപ്പാണ് ഞാൻ പറയുന്നത്. കാരണം സംഭവം കിടിലാണ്. ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? കിട്ടുമല്ലേ? സംഭവം സൂപ്പർ ആകും, അടിപൊളിയാവും. അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ പൈങ്കിളിക്ക് നേരെയാണ്. എന്തായാലും അമ്പാന്റെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരിക്കുള്ളൂ. കാരണം കലാഭവൻ മണിയൊക്കെ വന്ന ടൈമിൽ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ നല്ല പോലെ മണിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഴിവ് നമ്മുടെ അമ്പാന്, സജിൻ ഗോപുവിനുണ്ട്, അനശ്വര ഇതിൽ അഭിനയിക്കുന്നു. ജിസ്മ വിമലും കൂടി അഭിനയിക്കേണ്ടിട്ടാ. ജിസ്മ വിമല് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അടിപൊളി താരമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും പൈങ്കിളിക്ക് നേരുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.